ഹായ് ഓൾ, ഏണസ്റ്റ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികളുടെ ഒരു സംശയമുണ്ട്. അതായത് അഗ്രികൾച്ചർ ഓഫീസർ എക്സാമിനേഷൻ സ്ലോട്ട് വന്നെങ്കിലും എന്നത്തേക്ക് നടക്കും എന്നൊരു വലിയ ചോദ്യമുണ്ട്. അതിന് ഉത്തരവുമായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ഡേറ്റകളൊന്ന് പരിശോധിച്ചിട്ട് നമുക്ക് എന്നത്തേക്ക് എക്സാം നടക്കുമെന്ന് വിലയിരുത്താം. ആദ്യമായിട്ട് നമ്മുടെ മുമ്പിലുള്ളത് ഫീൽഡ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നൊരു എക്സാമിനേഷനാണ്. അത് നോട്ടിഫിക്കേഷനായിട്ട് വന്നത് 473/2024 എന്ന കാറ്റഗറി നമ്പറിൽ ഫീൽഡ് അസിസ്റ്റന്റ് എന്ന രീതിയിൽ ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡിലേക്കാണ് വന്നത്. ഇത് അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി തന്നെയുള്ളൊരു എക്സാം ആയിരുന്നു. ഇതിൻ്റെ എക്സാം സ്ലോട്ട് എന്ന് പറയുന്നത് 2025 മെയ് മുതൽ ജൂലൈ വരെ ആയിരുന്നു. എന്നാൽ ഈ ഒരു എക്സാമിനേഷനുമായിട്ട് ബന്ധപ്പെട്ട് PSC അതിൻ്റെ കൺഫർമേഷൻ ഡേറ്റും എക്സാമിനേഷൻ ഡേറ്റും ഓൾറെഡി പബ്ലിഷ് ചെയ്തു. ഇത് പബ്ലിഷ് ചെയ്തപ്പോൾ നമ്മൾ കാണേണ്ട ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ 5-ാം മാസത്തിൽ 31/5/2025 തന്നെ അവർ എക്സാമിനേഷനുള്ള ഡേറ്റ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് നമ്മൾ കാണേണ്ടതാണ്. അതായത് 20-ാം തീയതി മുതൽ 11-ാം തീയതി വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റ് ഉണ്ട്. അതായത് 20/2/2025 മുതൽ 11/3/2025 വരെ കൺഫർമേഷൻ കൊടുക്കാനുള്ള ഡേറ്റും 31/5/2025 എക്സാമിൻ്റെയും ഡേറ്റ് ഓൾറെഡി അവർ പബ്ലിഷ് ചെയ്തിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് അധികം സമയമില്ല, വളരെ പെട്ടെന്ന് തന്നെ എക്സാമിനേഷൻ്റെ ഡേറ്റുകൾ PSCയുടെ പ്രവണത എങ്ങനെയാണ്, അതായത് അവർ പറയുന്ന ആ ഒരു സ്ലോട്ടിൽ നിന്ന് ആദ്യം തന്നെ അവർ പിച്ച് ചെയ്യാൻ എക്സാമുകളെ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ പ്രവണത ഇവിടെയും തുടരുകയാണെങ്കിൽ, അതായത് അഗ്രികൾച്ചർ ഓഫീസറിലും പിന്തുടരുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ജൂലൈ-സെപ്റ്റംബർ സൈക്കിളിൽ പറഞ്ഞിരിക്കുന്ന എക്സാം ജൂലൈ അവസാനത്തോടുകൂടി തന്നെ അല്ലെങ്കിൽ ജൂലൈ മധ്യത്തോടുകൂടി തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്ക് പഠിക്കുവാൻ അധികം സമയമില്ല, എത്രയും പെട്ടെന്ന് പഠനം തുടങ്ങേണ്ടതാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ PSC മിക്ക എക്സാമുകളിലും ഇപ്പോൾ വന്നിരിക്കുന്ന മിക്ക നോട്ടിഫിക്കേഷനിലും സ്ലോട്ട് പറഞ്ഞെങ്കിലും സ്ലോട്ടിൻ്റെ ആദ്യം തന്നെ അവർ ആ എക്സാമിനേഷൻ ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു കാര്യത്തിൽ ഉദ്യോഗാർത്ഥികൾക്കും നല്ലൊരു കാര്യമാണ്. കാരണം വളരെ പെട്ടെന്ന് പരീക്ഷ നടക്കുകയും റിസൾട്ട് വരികയും അതിൻ്റെ ഫർദർ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പോവുകയും ചെയ്യുമെന്നുള്ളൊരു വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും പഠിക്കാനുള്ള സമയം കുറഞ്ഞു പോകും എന്നൊരു യാഥാർത്ഥ്യം നമ്മൾ മുന്നിൽ കണ്ടു വേണം ഈ ഒരു പരീക്ഷ അപ്രോച്ച് ചെയ്യാൻ. അപ്പം എല്ലാ അഗ്രികൾച്ചർ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമ്മളൊരു ടെലിഗ്രാം ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഏണസ്റ്റ് അക്കാഡമി ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്, തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതിൽ PSCയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ അപ്ഡേറ്റുകളും കൃത്യമായിട്ട് അതിലുണ്ടായിരിക്കുന്നതാണ്. മാത്രമല്ല ധാരാളം മെറ്റീരിയൽസ് അതിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഒരു ചാർജും ഇല്ലാതെ തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. മാത്രമല്ല നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു സപ്പോർട്ടും നിങ്ങൾക്ക് ആ ടെലിഗ്രാം ഗ്രൂപ്പ് വഴി ലഭിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ലിങ്ക് വഴി ടെലിഗ്രാം ഗ്രൂപ്പിൽ കയറി ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനിയും അഗ്രികൾച്ചർ ഓഫീസറിനെ പറ്റി പറയുകയാണെങ്കിൽ കേരള PSC നടത്തുന്ന അഗ്രികൾച്ചർ ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എക്സാമാണ് അഗ്രികൾച്ചർ ഓഫീസർ. ഗസറ്റഡ് തസ്തികയിൽ നിയമനം കിട്ടുന്ന, ധാരാളം ആകർഷകമായ ശമ്പളമുള്ള, ധാരാളം നിയമനങ്ങൾ നടക്കുന്ന ഒരു തസ്തികയാണ് ഈ ഓഫീസർ തസ്തിക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഏറ്റവും സിസ്റ്റമാറ്റിക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. ഏണസ്റ്റ് അക്കാഡമിയിൽ ഈ കോഴ്സ് അവൈലബിൾ ആണ്. ലൈവ് പ്ലസ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. കേരളത്തിൻ്റെയോ ഇന്ത്യയുടെ ലോകത്തിൻ്റെ ഏത് കോണിലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എത്രയും പെട്ടെന്ന് സിസ്റ്റമാറ്റിക്കായിട്ട് പഠനം മുമ്പോട്ട് കൊണ്ടുപോയിട്ട് വരുന്ന പരീക്ഷയിൽ തന്നെ ഒരു ഉയർന്ന റാങ്ക് നേടി കേരള സംസ്ഥാന സർക്കാർ ഒരു അഗ്രികൾച്ചർ ഓഫീസറായിട്ട് നിയമനം വാങ്ങുക എന്നൊരു ലക്ഷ്യം നിങ്ങളുടെ മുമ്പിലുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു കോഴ്സ് എടുത്ത് പഠനം തുടങ്ങാവുന്നതാണ്. ഇപ്പോൾ കോഴ്സുമായിട്ട് ബന്ധപ്പെട്ടോ ഒപ്പം തന്നെ ഈ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയമുണ്ടെങ്കിലോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെയുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. അപ്പം എല്ലാ സംശയങ്ങൾക്കും നമുക്ക് ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ കാണാം. ഗുഡ് ബൈ.